ഹായ്, നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടു നിങ്ങൾ അഡീഷൻസ്, ബേസിക് അഡീഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഡെസിമൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്, ഇന്റിജേഴ്സിന്റെ ഒക്കെ അഡീഷനിൽ ഡൗട്ട് ഉള്ളത് അറിയാവുന്നവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അവസരമായി, അല്ലാത്തവർക്ക് അത് പഠിച്ചെടുക്കാൻ അവസരമായി. ഞാൻ ആവർത്തിക്കുന്നു, അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഒരു പ്രാവശ്യം പഠിച്ചു വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. സംശയമുള്ള ഭാഗം വീഡിയോയിൽ വീണ്ടും വീണ്ടും എടുത്തതാണ്. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് അത് നല്ല ശരിക്കും അതിനകത്ത് നന്നായി നല്ല കോൺഫിഡൻസ് കിട്ടത്തക്ക രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തരാനുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഈ വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഒരു ചെലവില്ലാണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അതെല്ലാവരും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇന്ന് പോകേണ്ടത് എവിടേക്കാണ്? നമുക്ക് അഡീഷന് ശേഷം നമ്മൾ നേരെ സബ്ട്രാക്ഷൻ, കുറയ്ക്കൽ എന്ന പ്രക്രിയയിലേക്കാണ്, സബ്ട്രാക്ഷനിലേക്ക് പോവുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സബ്ട്രാക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, സബ്ട്രാക്ഷനിലും നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ഈ 3 കാറ്റഗറിയിൽപ്പെട്ട നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ ആണ്. അതായത് ഡെസിമൽ നമ്പേഴ്സിന്റെയും ഫ്രാക്ഷൻസിന്റെയും ഇന്റിജേഴ്സിന്റെയും സബ്ട്രാക്ഷൻ ആണ് നമുക്ക് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. ഡെസിമൽ നമ്പറുകളുടെ സബ്ട്രാക്ഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ സംശയം. അഡീഷൻ, സാധാരണ നമ്പർ ആഡ് ചെയ്യാൻ അറിയാമെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡെസിമൽ നമ്പർ ആഡ് ചെയ്യാന്ന് പറഞ്ഞതുപോലെ തന്നെ സാധാരണ നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഡെസിമൽ നമ്പറും അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, അഡീഷന്റെ അത്ര എളുപ്പമല്ല സബ്ട്രാക്ഷൻ, അല്ലെ? അതായത് സാധാരണ നമ്പർ ആണെങ്കിൽ പോലും സബ്ട്രാക്ഷൻ വരുമ്പം ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാനും ചിലർക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ളതുപോലെ അല്ലെങ്കിൽ ചില മിസ്റ്റേക്കുകൾ വരുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് വേഗം ഒന്ന് ക്ലിയർ ചെയ്യാം. നമുക്ക് സാധാരണ നമ്പറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ നിങ്ങൾക്ക് 3486 സബ്ട്രാക്ട് 1692 ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം യൂണിറ്റ് പ്ലേസിൽ നിന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 - 2 4 ആണ്. 8 - 9 ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ 8 ഇവിടെ 9 ഇവിടെ 9 ബിഗർ ദാൻ 8. സോ നോർമലി ഇത് സബ്ട്രാക്ഷൻ പോകില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ബോറോ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ചെറിയ കുട്ടികൾ മുതൽ അറിയാവുന്നതാണ്. നമ്മൾ ഇവിടുന്ന് 1 ഇവിടെ ബോറോ ചെയ്ത് ഈ 8നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 1 ഇട്ട് 18 ആക്കേണ്ടിയിരിക്കുന്നു. ആ 1 ബോറോ ചെയ്യുന്നത് ഇവിടുന്നാണ്. അവിടെ കൊണ്ട് തന്നെ ഇവിടെ 4ൽ നിന്ന് 1 അവിടെ പോയി, ബാക്കി ഇവിടെ 3 ഉള്ളൂ. അപ്പോ ഇവിടെ ഓക്കെ ആയി. 18 - 9 നമുക്ക് ചെയ്യാൻ സാധിക്കും. ബട്ട് അഗെയിൻ പ്രോബ്ലം ഹിയർ, 3ൽ നിന്ന് 6 മൈനസ് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്ക് വീണ്ടും ഒരു 1 ഇവിടെ ബോറോ ചെയ്തിടേണ്ട ആവശ്യമുണ്ട്. അപ്പൊ തൊട്ട് പ്രീവിയസ് നമ്പർ ഡിജിറ്റിൽ നിന്ന് 1 ബോറോ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 1 നമുക്ക് ഇവിടെ ബോറോ ചെയ്തിടണം. അങ്ങനെ 1 അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 3 ഇല്ല. 3ൽ നിന്ന് 1 പോയാൽ ബാക്കി ഇവിടെ 2 മാത്രമേ ഉള്ളൂ. സോ ഇവിടെ 13 ആയി. 13 6 നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ 2 - 1 ചെയ്യാൻ പറ്റും. ദെൻ ഈസി. 18 - 9 9 ആണ്. 13 - 6 7 ആണ്. 2 - 1 1 ആണ്. അങ്ങനെ നമുക്ക് സുഖമായിട്ട് ഇത് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ബോറോ ചെയ്യുന്നവർക്ക് ചിലർക്ക് കുറച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. താഴെയുള്ള നമ്പർ വലുതാണ് എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ നമ്പറിൽ നിന്ന് 1 ബോറോ ചെയ്യും. പലപ്പോഴും ബോറോ ചെയ്യുമ്പോൾ അവിടെ നിന്ന് 1 മൈനസ് ചെയ്ത് ഇടാനൊക്കെ പറ്റും. മറന്നു പോകാറുണ്ട്. ഇതൊക്കെ അറിയില്ലാഞ്ഞിട്ടെല്ലാം മറന്നു പോകുന്നതുകൊണ്ട് ശ്രദ്ധപ്രവൃത്തം സംഭവിക്കുന്ന തെറ്റുകളാണ്. അതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യണം. നമുക്ക് ഞാൻ എഴുതിയിരിക്കുമ്പോൾ കറക്റ്റ്, ഞാൻ ആദ്യമേ തൊട്ട് സൂചിപ്പിക്കുന്ന പോലെ ആ ലൈനൊക്കെ കീപ്പ് ചെയ്ത് എഴുതിയിരിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ബോറോ ചെയ്ത് കട്ട് ചെയ്തൊക്കെ എഴുതിയാലും കൺഫ്യൂഷൻ വരാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതുപോലെ ചെയ്യേണ്ടിയിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ 18 - 9 നിങ്ങൾക്ക് സാധാരണഗതിയിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ചുരുക്കം ചിലർക്ക്, വളരെ വീക്കായിട്ടുള്ള കുറച്ചു പേർക്ക് ഒരു പ്രശ്നമുണ്ട്. 18 - 9 എങ്ങനെ, അത് ഫിംഗർ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത്ര ചെയ്താൽ മതി. ഈ 9ൽ നിന്ന് 18 വരെ എത്ര നമ്പർ ബാക്കിയുണ്ടെന്ന് നോക്കണം. അപ്പൊ 9 മനസ്സിൽ ചിന്തിക്കുക. 9 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ 10 മുതൽ 18 വരെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. 9 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 10 ആണ്. 10 11 12 13 14 15 16 17 18. അപ്പൊ നമുക്ക് 9 ഒന്ന് ആൻസർ കിട്ടും. അതുപോലെ ഇവിടെ 6 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ 7 മുതൽ 13 വരെ എത്ര നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുക. 7 8 9 10 11 12 13. സോ നമുക്ക് ആ നമ്പർ കിട്ടും. അത് ആയിരിക്കും ഇതുവരെ അതിനകത്ത് സംശയമുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ഈ കേസ് നിങ്ങൾക്ക് ഓക്കെ ആയി. പക്ഷെ ഇനി ഞാൻ ഈ ക്വസ്റ്റനിൽ ഒരു ചേഞ്ച് വരുത്താൻ പോകുന്നത്, ഇവിടെ ഒരു 0 ഇടുക.
ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ 3086 3086 ഇവിടേക്ക് വരുമ്പോൾ പ്രശ്നം വരുന്നത് 6 മൈനസ് 2 4 ആണ്, നോ പ്രോബ്ലം. 8 മൈനസ് 9 8 നിന്ന് 9 മൈനസ് ചെയ്യാൻ സാധിക്കില്ല. സോ വി ഹാവ് ടു ബോറോ 1 ഫ്രം ഹിയർ. ഇവിടെ നിന്ന് ഒരു 1 ഇവിടെ ബോറോ ചെയ്ത് ഇവിടെ ഇടേണ്ടതുണ്ട്, 8 ഇവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. ബട്ട് ഈ 1 ബോറോ ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്, തൊട്ട് പ്രീവിയസ് നിന്നാണ് ബോറോ ചെയ്യേണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ 0 ഉള്ളൂ, നത്തിങ്. 0 മീൻസ് നത്തിങ്, അവിടെ ഒന്നുമില്ല. പിന്നെ എങ്ങനെ ബോറോ ചെയ്യും? അപ്പൊ ഇല്ലാതെ നമുക്ക് ബോറോ ചെയ്യാൻ സാധിക്കില്ലാത്തതുകൊണ്ട് അതിന്റെ പ്രീവിയസ് നമ്പറിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്ത് ആദ്യം ഇവിടെ കൊണ്ടുവരണം, എന്നിട്ട് അവിടെ നിന്ന് ബോറോ ചെയ്യും. അപ്പൊ ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0യെ നമുക്ക് 0ക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു 1 ഇട്ട് 10 ആക്കണം. ഈ 1 നമ്മൾ എവിടുന്ന ബോറോ ചെയ്യേണ്ടത്? തൊട്ട് ലെഫ്റ്റ് സൈഡിലെ നമ്പറിൽ നിന്ന്. അപ്പൊ 3 നിന്ന് ഇവിടെ 1 ബോറോ ചെയ്തപ്പോൾ 3 നിന്ന് 1 പോയാൽ ബാക്കി ഇവിടെ 2 വരും. ഇവിടെ ബോറോ ചെയ്ത് 1 ഇട്ടു, അപ്പൊ ഇത് 10 ആയി മാറി. ഈ 10ൽ നിന്ന് വേണം 1 ബോറോ ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ 10ൽ നിന്ന് 1 ഇവിടെ ബോറോ ചെയ്തിട്ടു, അപ്പൊ ഇവിടെ 10 ഇല്ല, ബാക്കി 9 ഉള്ളൂ. ഇത് പലപ്പോഴും പലരും കട്ട് ചെയ്ത് കുറച്ച് എഴുതാൻ മറന്നു പോകാറുണ്ട്, മിസ്റ്റേക്ക് ആണത്. 10ൽ നിന്ന് വേണം 1 ഇവിടെ ബോറോ ചെയ്യുമ്പോൾ ഇതൊരു 9 ആകും. ഇവിടെ 1 വന്നു, ഓൾറെഡി 8 ഇവിടെ ഉണ്ട്, ഇത് 18 ആയി. അങ്ങനെ 6 മൈനസ് 2 4, now 18 മൈനസ് 9 9, 9 മൈനസ് 6 3, 2 മൈനസ് 1 1, ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡ് ബോറോ ചെയ്യാൻ 0 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രീവിയസ് ഡിജിറ്റിൽ നിന്ന് 1 ബോറോ ചെയ്ത ആദ്യം അത് 10 ആക്കണം. ആ 10ൽ നിന്ന് 1 ബോറോ ചെയ്ത പ്രതി കൊണ്ടുപോകണം, അത് മൈനസ് എഴുതുകയും ചെയ്യും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വീണ്ടും 3006 മൈനസ് 1697 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരുന്നത്. എനിക്ക് ഇവിടെ വീണ്ടും വരുന്നു 6ൽ നിന്ന് 7 മൈനസ് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്ക് 1 ഇവിടെ ബോറോ ചെയ്തിട്ടിട്ട് ഇത് 16 ആക്കേണ്ടത് ആവശ്യമുണ്ട്. പക്ഷെ 1 ബോറോ ചെയ്യാൻ പ്രീവിയസ് തൊട്ട് ലെഫ്റ്റ് സൈഡിലെ നമ്പർ 0 ആയതുകൊണ്ട് നമുക്ക് അവിടുന്ന് 1 കിട്ടുന്നില്ല. സോ എന്ത് ചെയ്യണം? അതിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം. അൺഫോർച്ചുനേറ്റ്ലി ഹിയർ ദാറ്റ് നമ്പർ ഓൾസോ 0, അവിടുന്നും ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ, കിട്ടില്ല. സോ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും അതിന്റെ ലെഫ്റ്റ് നമ്പറിലേക്ക് പോവുക. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നിന്ന് 1 ബോറോ ചെയ്ത് ആദ്യം ഇത് 10 ആക്കണം, അതിൽ നിന്ന് 1 എടുത്തിട്ട് ഇത് 10 ആക്കണം, അതിൽ നിന്ന് 1 എടുത്തിട്ട് വേണം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് 1 ബോറോ ചെയ്തേക്ക് ഇവിടെ കൊണ്ടിടാം. അപ്പൊ ഇവിടെ 3ൽ നിന്ന് 1 പോയി കഴിഞ്ഞ് ബാക്കി 2 ഉള്ളൂ. ഈ 0 ഇവിടെ വരുമ്പോൾ ഇത് 10. ഓക്കെ, ഇനി ഈ 10ൽ നിന്ന് 1 ബോറോ ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടിടാം. അപ്പൊ 10ൽ നിന്ന് 1 അവിടെ പോയി കഴിഞ്ഞു, ബാക്കി ഇവിടെ 9 ഉള്ളൂ. ഈ 0 ഇവിടെ ചേർക്കുമ്പോൾ അത് 10. ഇനി ഈ 10ൽ നിന്ന് വേണം 1 ബോറോ ചെയ്തിട്ട് ഇവിടെ കൊണ്ടിടാൻ. അപ്പൊ 10ൽ നിന്ന് 1 പോയി, ബാക്കി ഇവിടെ 9 ഉള്ളൂ. ഇവിടെ 1 കിട്ടി, ഓൾറെഡി ഉള്ള 6 ചേർത്തെഴുതി. Now it's 16, it's 9, it's 9, it's 2. 16 minus 7, 9 minus 9, 9 minus 6, 2 minus 1. ഇങ്ങനെ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് ഈ സീറോസ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും എത്ര സീറോസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ 0 കഴിഞ്ഞിട്ട് ഏതിൽ നിന്നാണോ അവൈലബിൾ അവിടെ നിന്ന് എടുത്ത് ഓരോന്നും ഫില്ല് ചെയ്ത് അതിൽ നിന്ന് ഓരോന്നെടുത്ത് കൊണ്ടുപോകണം. അവിടെ വരുമ്പം കൺഫ്യൂഷൻ ഉണ്ടാക്കി മിസ്റ്റേക്ക് വരുത്തുന്ന ഒരുപാട് പേരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് കൂടി ആവർത്തിച്ചതെന്ന് മാത്രം. ഇനി നമ്മൾ ഡെസിമൽ നമ്പേഴ്സ്. ഡെസിമൽ നമ്പർ എപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങളോട്, ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് പുതിയ സംഗതി ഒന്നുമല്ല. ഈ സബ്ട്രാക്ഷൻ അറിയാമെങ്കിൽ അതേപോലെ തന്നെ ഡെസിമൽ നമ്പറും നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഡെസിമൽ നമ്പറിന്റെ അഡീഷൻ പഠിച്ചതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഡെസിമൽ പോയിന്റ്സ് താഴെ വരത്തക്ക രീതിയിൽ എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ശരിയാണ്. 35.18 മൈനസ് 12.79 എങ്ങനെ നമുക്ക് മൈനസ് ചെയ്യാം? എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, 35.18 മൈനസ് 12.79 അഡീഷണൽ ചെയ്ത പോലെ തന്നെ ഡെസിമൽ പോയിന്റ് തൊട്ട് താഴെ വെർട്ടിക്കൽ ലൈനിൽ വരത്തക്ക രീതിയിൽ കൃത്യമായി എഴുതി വയ്ക്കുക. ബാക്കി യൂഷ്വൽ സബ്ട്രാക്ഷൻ ആണ്. 8ൽ നിന്ന് 9 പോകില്ല. സോ നമ്മൾ 18ന്റെ ലെഫ്റ്റ് സൈഡിൽ 1 ബോറോ ചെയ്ത് കൊണ്ടുവന്നു. ഇവിടെ നിന്നും ഇവിടെ 1ൽ നിന്ന് 1 പോയാൽ ബാക്കി ഇവിടെ 0 ഉള്ളൂ. അപ്പൊ ഇത് 18 ആയി, ഇത് 0 ആയി. ബാക്കി വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഇവിടെ ചെയ്യാം. 18 മൈനസ് 9 9 ആണ്. 0 മൈനസ് 7 നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ 0ക്ക് ഒരു 1 ആവശ്യമുണ്ട്. നമുക്ക് ഇവിടുന്ന് ബോറോ ചെയ്തിട്ട് ഇവിടെ 1 ഇടേണ്ടി വരും. അങ്ങനെ ഇവിടുന്ന് ബോറോ ചെയ്യുമ്പോൾ ഇവിടെ 5 നിന്ന് 1 പോയാൽ ബാക്കി ഇവിടെ 4 ആണ്. then 10 minus 7 3. ഡെസിമൽ പോയിന്റ് താഴെ കൃത്യമായി ഡെസിമൽ പോയിന്റ്. 4 minus 2 easily we can do, that is 2 only. 3 minus 1 also 2. The answer is 22.39. Usual subtraction. Addition ഡെസിമൽ പോയിന്റ് ചെയ്ത മാതിരി ഡെസിമൽ പോയിന്റ് താഴെ വരണം എന്നൊരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡെസിമൽ സബ്ട്രാക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും.
അടുത്തതായി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ആ ക്വസ്റ്റ്യനിൽ ഞാൻ ഇടാൻ പോകുന്നത് 27 മൈനസ് 3.5. ഇവിടെ നേരത്തെ അഡീഷൻ പഠിച്ചതുപോലെ തന്നെ ശ്രദ്ധിച്ചു പഠിക്കുക. 27 എന്ന് പറയുമ്പോൾ എവിടെയാണ് ഡെസിമൽ പോയിന്റ് വരിക? 27 ശേഷം 3.5 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. 3 പോയിന്റിന് താഴെ 0.5. ഇതാണ് കേസ്. ഞാൻ പറഞ്ഞു 27 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 0 ഇട്ട് കൊടുക്കാം. അങ്ങനെ 0 ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനി ഫില്ല് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെയും 0 ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫില്ലായി നോർമൽ സബ്ട്രാക്ഷൻ നടത്താം. 0 നിന്ന് 5 പോകില്ല. സോ 0ക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 1 ബോറോ ചെയ്യണം. അത് ഇവിടെ നിന്നാണ്. സോ ഇവിടെ നിന്ന് 1 ഇവിടെ കൊണ്ടുവന്നു. ബാക്കി ഇവിടെ 6 ബാക്കി ഓക്കെയാണ്. 10 മൈനസ് 5 5. ഡെസിമൽ പോയിന്റിന് താഴെ ഡെസിമൽ പോയിന്റ് 6 മൈനസ് 3 3. 2 മൈനസ് 0 2. 23.5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ തരാം. 28.3 മൈനസ് 5 എങ്ങനെ ചെയ്ത്? 28.3 മൈനസ് 5 ഇവിടെ എഴുതും. ഇവിടെ എഴുതണോ അതോ ഇവിടെ എഴുതണോ അതോ ഇവിടെ എഴുതണോ? ആ കൺഫ്യൂഷൻ ഒഴിവാക്കുക. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.000 ആണ്. അതായത് 5 പോയിന്റ്. ദെൻ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ 0 ഇട്ട് കൊടുക്കാം. ഇവിടെ വേണം 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ക്ലിയർ ആവും. 3 മൈനസ് 0. ദെൻ പോയിന്റ് താഴെ പോയിന്റ് 8 മൈനസ് 5 2. ഇങ്ങനെ നമുക്ക് ചെയ്തു പോകാൻ സാധിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. 2.5 മൈനസ് 0.0003. നമുക്ക് എങ്ങനെ എഴുതണം ഇത്? 2.5 മൈനസ് 0 പോയിന്റ് താഴെ പോയിന്റ് വരിക 0003. 0003. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് 2.5 ആണ് മുകളിൽ. ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നറിയോ? ഈ നമ്പർ ഇത്തിരി വലുതാണ്, അതെടുത്ത് മുകളിലേക്ക് ഇടും, ഇത് താഴേക്ക് ഇടും. ക്വസ്റ്റ്യനിൽ എങ്ങനെ തരുന്നു അതേ ഓർഡറിൽ തന്നെ ചെയ്യണം. ഏതിൽ നിന്ന് ഏതാണ് മൈനസ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മുകളിൽ എഴുതി ഇത് താഴെ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. ഇങ്ങനെ എഴുതുക 2.5 0.0003. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പ്ലേസിൽ ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുക്കാം. ഈ പ്ലേസിൽ 0 ഇട്ട് കൊടുക്കാം. ഈ പ്ലേസിൽ 0 ഇട്ട് കൊടുക്കാം. Now 0 ൽ നിന്ന് 3 പോകില്ല. സോ നമുക്ക് 1 ക്യാരി ചെയ്ത് 10 ആക്കണം. 10 ആണെങ്കിൽ ആ 1 ഇവിടെ കിട്ടില്ല, ഇവിടെ കിട്ടില്ല. സോ ഇവിടെ നിന്ന് എടുക്കേണ്ടിയിരിക്കുന്നു. ബാക്കി ഇവിടെ 4 ആണ്. ആ 1 എടുത്ത് ഇവിടെ ഇട്ട് ആദ്യം ഇത് 10 ആക്കി. അവിടെ നിന്ന് 1 എടുത്ത് ഇവിടെ ഇട്ട് അപ്പൊ ഇത് 9 ആയി, ഇത് 10 ആയി. ഇവിടെ നിന്ന് 1 എടുത്ത് ഇവിടെ ഇട്ട് അപ്പൊ ഇത് 9 ആയി, ഇത് 10 ആയി. 10 മൈനസ് 3 7. 9 മൈനസ് 0 9. 9 മൈനസ് 0 9. 4 മൈനസ് 0 4. 2 മൈനസ് 0 2. ഇങ്ങനെ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഡെസിമൽ നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ. ഓർത്തിരിക്കുക, ഈ സീറോസ് ഇടാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ പറഞ്ഞു തരുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോ ഡെസിമൽ പോയിന്റിന്റെ സബ്ട്രാക്ഷൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് ആണ് ഞാൻ ചിന്തിക്കുന്നത്. സാധാരണ സബ്ട്രാക്ഷൻ മുതൽ ഡെസിമൽ പോയിന്റ് സബ്ട്രാക്ഷൻ വരെ ഈ സീറോസ് ഒക്കെ മുകളിൽ വരുമ്പം ബോറോ ചെയ്യുന്ന സമയത്തുള്ള കൺഫ്യൂഷൻ ആദ്യം ക്ലിയർ ചെയ്യുക. അതിനുശേഷം ഈ ഡെസിമൽ നമ്പേഴ്സിന്റെ ഡെസിമൽ പോയിന്റ് താഴെ വെർട്ടിക്കൽ ലൈനിന്റെ താഴത്തെ എഴുതിക്കൊണ്ട് അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ബി കെയർ, ശ്രദ്ധിക്കുക ഭംഗിയായിട്ട്. മോളിൽ നിന്ന് ബോറോ ചെയ്തെടുക്കുന്ന ഭാഗങ്ങളൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിച്ച് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റ് സബ്ട്രാക്ഷൻ വിൽ ബി വെരി ഈസി ഫോർ. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. എക്സ് മൈനസ് ബിയുടെ ഒരു കേസ് വേണമെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്തേക്കാം. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി എക്സെട്ര അപ് ടു എക്സ് മൈനസ് ഇസഡ് ഈസ് ഈക്വൽ ടു ആൻസർ 0 ആണെന്ന് പറഞ്ഞു. ഹൗ എന്ന ക്വസ്റ്റ്യനിൽ ഞാൻ ഒരു ക്ലൂ തന്നിരുന്നു. ഇവിടെ എക്സ് മൈനസ് വൈ വരും. ഇതിന്റെ പ്രീവിയസ് ടൈം എക്സ് മൈനസ് എക്സ് വരും. അങ്ങനെ എല്ലാം ഇതിനിടയ്ക്ക് വരും. ഓർക്കുക, ആ ക്ലൂവിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും എന്നാണ് ഞാൻ കരുതുന്നത്. എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. 0 മൾട്ടിപ്ലൈ ബൈ ഇവിടെ എക്സ് മൈനസ് വൈ, ഇവിടെ എക്സ് മൈനസ് ഇസഡ്, ഇവിടെ എക്സ് മൈനസ് ബാക്കിയുള്ളതെല്ലാം വരില്ലേ. എക്സ് മൈനസ് എ വരും, എക്സ് മൈനസ് ബി വരും, എക്സ് മൈനസ് ഇതെല്ലാം വരും. അപ്പൊ ഇവിടെ എന്തെല്ലാം വന്നു കഴിഞ്ഞാലും ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ ഒരു 0യുടെ അപ്പുറം ഇപ്പുറം ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ഇന്റിജേഴ്സ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു 0 എന്ന ഇന്റിജറിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷനിൽ നമുക്കറിയാം നോ ചേഞ്ചിന്റെ വാല്യൂ, സബ്ട്രാക്ഷനിൽ നോ ചേഞ്ചിന്റെ വാല്യൂ ആണ്. പക്ഷെ മൾട്ടിപ്ലിക്കേഷന്റെ ഒരു കേസ് 0 ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 ആയി പോകും. ആരെ കൊണ്ട് 0 മൾട്ടിപ്ലൈ എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ. ഇനി ഇവിടെ ഒരു ബിഗ് നമ്പർ
into 0 is equal to 0. 0 multiplied by anything. ഇവിടെ ഒരു എലിഫന്റ് വന്നാൽ പോലും ആൻസർ 0 ആയി പോകും. അപ്പൊ 0യെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആൻസർ 0 ആയി പോകും. ഇവിടെ x മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് 0 ആയി കഴിഞ്ഞു. പിന്നെയുള്ള ബാക്കി എന്തെല്ലാം ടൈംസ് വന്നു കഴിഞ്ഞാലും അതെല്ലാം മൾട്ടിപ്ലൈഡ് ബൈ ലാസ്റ്റ് 0യിലേക്ക് എത്തുന്നതുകൊണ്ട് ആൻസർ വിൽ ബി 0. എങ്ങനെയാണ് ഇതിന്റെ ആൻസർ 0 ആയത്? ഇതിന്റെ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അടുത്ത വീഡിയോയിൽ ഞാൻ തരാൻ പോകുന്നത് എന്താണ്? അടുത്ത വീഡിയോയില് സബ്ട്രാക്ഷന്റെ സെക്കൻഡ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, അതായത് ഫ്രാക്ഷൻസിലേക്കാണ് നാം പോകാൻ പോകുന്നത്. ഓർക്കുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫണ്ടമെന്റൽസ് സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലേക്ക്. നിങ്ങളുടെ സ്കൂളിലെ കോളേജിലെ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ആ സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിലെ സിലബസ് അനുസരിച്ചുള്ള പോർഷൻ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ടും എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാൻ സാധിക്കും. നമുക്ക് ആദ്യം ഈ ഫണ്ടമെന്റൽസ് വളരെ വേഗം ഒന്ന് ക്ലിയർ ചെയ്യാം. ഓർക്കുക, നിങ്ങൾ ഈ വീഡിയോ, ഈ ചാനൽ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. താഴെയുള്ള ഷെയർ ബട്ടണിലൂടെ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ സെർച്ച് ഓപ്ഷനിൽ പോയി പ്രൊഫസർ റോയ്സ് മാത്സ് സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ സാധിക്കും. പുതിയതായിട്ട് കാണുന്ന ഫ്രണ്ട്സിനോടൊക്കെ അത് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചിട്ട് അവരോടും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.